മുഹമ്മദ് റഹീസ് ദുബായിൽ ചേരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. റഹീസ്, മധ്യപൂർവേഷ്യയിൽ ഈ രീതിയിൽ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ തന്നെയാണ്, അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില തിരിച്ചടികൾ ഈ GCC രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഖത്തർ തിരിച്ചടിക്കുന്നു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? നിലവിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയിൽ ഈ GCC രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരൊക്കെ യോഗം ചേർന്നിരുന്നു. അതിലെടുത്ത തീരുമാനങ്ങൾ എന്താണ്? അതിലെന്തെങ്കിലും പുതിയ മാറ്റങ്ങളോ പുതിയ നിർദ്ദേശങ്ങളോ ഉണ്ടോ റഹീസ്? ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഏറ്റവും അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിവരം, അത് ഷാർജ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കൂടി ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അത് ഒഫീഷ്യലായി തന്നെ അത് കൺഫേം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഷാർജ വിമാനത്താവളം കൂടി തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്, ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ശരിയായ വിവരം, സ്ഥിരീകരിച്ച വിവരം പുറത്തു വരുന്നു. അതായത് ഈ ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി നോക്കി ആ ഫ്ലൈറ്റുകളിൽ പോകേണ്ടവർ മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തണം എന്ന കർശന നിർദ്ദേശം ഈ ഒരു അറിയിപ്പിനൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഷാർജ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചില മലയാളികൾ ഉൾപ്പെടെ കുടുങ്ങിയിരുന്നു. കാരണം ഈ ശനിയാഴ്ച ഈ ആക്രമണം തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 1 മണി വരെയാണ് ഷാർജ വിമാനത്താവളത്തിൽ നിന്നും വിമാനങ്ങൾ പോയിരുന്നത്. അതിനുശേഷം കേരളത്തിലേക്കടക്കം വിമാനങ്ങൾ ഉണ്ടായിരുന്നു, കൊച്ചിയിലേക്കടക്കം വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമാനങ്ങളൊക്കെയും പിന്നീട് അതൊക്കെയും റദ്ദായിരുന്നു. ശേഷം അവിടെ ലഗേജുകൾ വച്ച് മടങ്ങി വന്ന യാത്രക്കാരടക്കമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബന്ധപ്പെട്ട യാത്രക്കാരടക്കമുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ഷാർജ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അത് ഭാഗികമായി വീണ്ടും തുടങ്ങുന്നു. പക്ഷേ കൃത്യമായി മെയിലുകൾ ചെക്ക് ചെയ്ത് കൃത്യമായി മെസ്സേജുകൾ നോക്കി മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുക എന്നുള്ള നിർദ്ദേശം കൂടി അതിനൊപ്പമുണ്ട്. റഹീസ്, ഇതിലൊരു സംശയം ഉള്ളത്, സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ രീതിയിൽ സംഘർഷമോ യുദ്ധമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് അവരുടെ സ്വന്തം നാടുകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ എന്ന രീതിയിൽ ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ യുദ്ധത്തിന് ചെറിയൊരു സമയത്തേക്ക് ഒരു പിൻവാങ്ങലൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിപ്പോൾ ആ എയർ സ്പേസിൽ ഈ പറയുന്നത് പോലെ ഒരു സുരക്ഷ അത് ഏതെങ്കിലും രാജ്യം അത് ഉറപ്പു നൽകുന്നുണ്ടോ? എയർ സ്പേസ് ഫ്രീ ആയെങ്കിൽ മാത്രമാണ് വിമാനങ്ങൾക്ക് കൃത്യമായി ഒരു ഭീതിയുമില്ലാതെ സർവീസ് നടത്താൻ കഴിയുക. ഇപ്പോൾ ഭാഗികമായി ഓരോ വിമാനത്താവളങ്ങളും പ്രവർത്തനം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെയാണ്. അത്തരത്തിൽ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണകൂടം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? രജനി, സിവിൽ ഏവിയേഷൻ വിഭാഗം നൽകുന്ന വിവരം അനുസരിച്ച് അത് കൃത്യമായി സുരക്ഷിതമായി ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് പൂർണ്ണ തോതിൽ ഒരു പ്രവർത്തനം തുടങ്ങുക, എയർപോർട്ടുകളുടെ പ്രവർത്തനം ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായും UAE പോലുള്ള ഒരു രാജ്യം അവിടെ നിന്ന് വിമാന സർവീസുകൾ തുടങ്ങുമ്പോൾ, അതും ഇന്ന് രാവിലെയും പലയിടങ്ങളിലായി ആക്രമണത്തിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളൊക്കെയും ഇന്ന് രാവിലെ വരെയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ച കഴിയുന്നതോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവും പ്രധാന വിമാനത്താവളങ്ങളിലും ഒന്നാണ് ദുബായ് വിമാനത്താവളം. ആ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും അൽമക്തൂം വിമാനത്താവളവും ഇത് ആദ്യം അടച്ച വിമാനത്താവളങ്ങളിൽ ഒന്നുകൂടിയാണ്. അതും ഇപ്പോൾ ഷാർജയിൽ നിന്നുകൂടി ഓപ്പറേഷൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആശയവിനിമയം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ആദ്യം മുതൽ തന്നെ ഇറാൻ പറയുന്നത് ജനങ്ങളെ ആക്രമിക്കാൻ, സിവിലിയൻസിനെ ആക്രമിക്കാൻ ഒരു തരത്തിലും തങ്ങൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിലാണ് അവർ ആക്രമണത്തെയും നടത്തിയത് എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനപ്പുറം ഒരു ഉറപ്പ് ലഭിച്ചതിന് ശേഷമാകണം എന്തായാലും ഈ പറയുന്ന തരത്തിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങിയിരിക്കുന്നത്. അത് എമിറേറ്റ്സ് വിമാന സർവീസുകൾ തന്നെ തുടങ്ങുമ്പോൾ എമിറേറ്റ്സ് UAEയുടെ സ്വന്തം വിമാന സർവീസ് അത് പ്രവർത്തനം തുടങ്ങുമ്പോൾ അത് ഭാഗികമായെങ്കിലും ആളുകളെ, കുടുങ്ങിക്കിടക്കുന്നവരെ, ചില പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെയും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കത് ഉറപ്പായും സുരക്ഷിതമായി തന്നെയാണ് UAE അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഉണ്ടായ അപകടങ്ങൾ, ഈ പല ആക്രമണങ്ങളും രാവിലെ ഉണ്ടാകുമെങ്കിലും അതിന്റെ വിവരങ്ങൾ വൈകിട്ടോടുകൂടി വരുമ്പോൾ അത് 2 ആക്രമണമാണ് ഉണ്ടായത് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.